ചെമ്പരത്തി ചായയോ? നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ ചായ കുടിച്ചിട്ടുണ്ടോ? കുടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോരെ, നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെമ്പരത്തി പൂ എടുത്ത് ഒന്ന് ഉണക്കിയായിരുന്നു. 2 ദിവസം കൊണ്ട് അത് ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. തിളച്ച് വരുമ്പോഴത്തേക്കും ആ പൂവ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ നീരൊക്കെ അതിനകത്ത് ഇറങ്ങി ആ റോസ് കളറൊക്കെ ആവും. നല്ല രസമാണ് കാണാൻ. അങ്ങനെ നമുക്ക് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്യാൻ. തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തേനോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം, അതില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ആ ചായ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുമ്പോഴത്തേക്കും ആ ചായയുടെ നിറം ഒന്ന് മാറും, ഒരു റെഡിഷ് കളറായിട്ട് മാറും. എന്നിട്ടൊരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ നമുക്കിത് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കുടിക്കാം. തണുപ്പിച്ചെന്ന് പറയുന്നത് ഈ ചൂട് മാറാൻ വേണ്ടി റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഐസ് ക്യൂബ് ഇട്ടിട്ട് വേണമെങ്കിൽ കുടിക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല ഔഷധ ഗുണമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.